പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം SSLC റിസൾട്ട് ആയിക്കോട്ടെ, അതുപോലെ +2 റിസൾട്ട് ആയിക്കോട്ടെ, അതുപോലെ റീവാലുവേഷൻ റിസൾട്ട്, എല്ലാ റിസൾട്ടും ഈ വർഷം വളരെ വേഗത്തിലാണ് സർക്കാർ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. +2 റീവാലുവേഷൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക, അതുപോലെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അതുപോലെ റീവാലുവേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത അധ്യാപകർ എന്തൊക്കെയാണ് റീവാലുവേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. +2ൻ്റെ റീവാലുവേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത അധ്യാപകർ പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് കുട്ടികൾക്ക് ഗ്രേഡ് മാറി വന്നിട്ടുണ്ട്. കുറച്ച് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ മാർക്ക് മാറ്റമില്ലാതെ നിൽക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ട്. നിങ്ങളുടെ ഭാഗത്തുള്ള ചില മിസ്റ്റേക്ക് കാരണമാണ് അങ്ങനെ സംഭവിക്കാൻ കാരണമെന്നാണ് അവർ പറയുന്നത്. അതായത് ആവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ എഴുതുകയും ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതാൻ സമയം കിട്ടാതെ വരികയും ചെയ്തിട്ടുള്ള ചില പ്രശ്നങ്ങളും, അതുപോലെ കയ്യക്ഷരം തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതിയതൊക്കെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയാൻ കാരണമായിട്ടുണ്ട്. പിന്നെ പറയുന്നത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതി സമയം വേസ്റ്റ് ആക്കുന്നതും, അതുപോലെ അവസാനം അത്യാവശ്യമുള്ള പല കാര്യങ്ങളും എഴുതാൻ വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതും ഒക്കെ പറയുന്നുണ്ട്. വളരെ കൃത്യമായ വാല്യുവേഷനാണ് റീവാലുവേഷനിൽ നടക്കുന്നത്. കാരണം ഇതിനു മുമ്പ് വാല്യുവേഷൻ ചെയ്ത അധ്യാപകരിട്ട മാർക്ക് പെൻസിൽ കൊണ്ടിട്ടതാണ്. ആ മാർക്ക് മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട്, അതുപോലെ രജിസ്റ്റർ നമ്പർ എഴുതിയ ഫസ്റ്റ് പേജും കീറി കളഞ്ഞിട്ട് ആ ഉള്ള പേപ്പറിൽ രജിസ്റ്റർ നമ്പർ വേറെ തന്നെ എഴുതി, അങ്ങനെയാണ് പുതിയ അധ്യാപകർക്ക് റീവാലുവേഷന് പേപ്പർ കൊടുക്കുന്നത്. അതായത് പേപ്പർ നോക്കുന്ന അധ്യാപകന് നിങ്ങൾക്ക് ഇതിനു മുമ്പ് എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്ന് പോലും അവർക്ക് അറിയാൻ കഴിയില്ല. 24-ാം തീയതിക്കുള്ളിൽ +2ൻ്റെ റീവാലുവേഷനൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ബാക്കി. റീവാലുവേഷൻ കഴിയുന്ന അന്നത്തെ ദിവസം തന്നെ മാർക്കൊക്കെ അപ്ലോഡ് ചെയ്യും. മാർക്ക് തന്നെയാണ് അപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത്. പിന്നീടാണ് ഗ്രേഡിലേക്ക് മാറ്റുന്ന പ്രക്രിയയൊക്കെ നടക്കുന്നത്. +2ൻ്റെ റീവാലുവേഷൻ്റെ റിസൾട്ട് ചിലപ്പോൾ ഇന്ന് വന്നേക്കാം, അല്ലെങ്കിൽ നാളെ. ഈ 2 ദിവസങ്ങളിലായിട്ട് തന്നെ +2ൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വരാനാണ് സാധ്യതയുള്ളത്. ഏതായാലും മെയ് 31-നുള്ളിൽ തന്നെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് ഉറപ്പാണ്. റീവാലുവേഷൻ ചെയ്തിട്ട് 10% മാർക്ക് എക്സ്ട്രാ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ റീവാലുവേഷന് കൊടുത്ത ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. സ്കൂൾ പ്രിൻസിപ്പൽ വഴി ആ ഫീസ് നിങ്ങൾക്ക് തിരികെ നൽകുന്നതാണ്. 80 മാർക്കുള്ള ഒരു വിഷയമാണെങ്കിൽ അതിന് 8 മാർക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ആ വിഷയത്തിൻ്റെ പൈസ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ 60 മാർക്കാണെങ്കിൽ 6 മാർക്ക് അധികം കിട്ടണം, അതായത് അതിൻ്റെ 10%. ഇനി റീവാലുവേഷൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. കേരള റിസൾട്ട്സ് NIC.in എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ +2 റീവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റീവാലുവേഷൻ്റെ റിസൾട്ട് അറിയേണ്ടവർ റീവാലുവേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, രജിസ്റ്റർ നമ്പർ തുടങ്ങിയവ കൊടുക്കുക. അതുപോലെ സ്ക്രൂട്ടിനിയുടെ റിസൾട്ട് അറിയേണ്ടവർ സ്ക്രൂട്ടിനി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, രജിസ്റ്റർ നമ്പർ തുടങ്ങിയവ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുക്കാൻ മറക്കരുത്. SSLCയുടെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ സാങ്കേതിക തകരാർ മൂലം റിസൾട്ട് വളരെ വൈകിയാണ് വിദ്യാർത്ഥികൾക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എല്ലാവരും ഒരേ സൈറ്റിൽ നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ +2ൻ്റെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDF ഒക്കെ ഉൾപ്പെടുന്ന വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തതാണ്, എങ്കിലും അത് പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ട് അതിലുള്ള PDF-ൻ്റെ പ്രിൻ്റ് എടുത്തതിന് ശേഷം പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.